ഹായ് ഹലോ ഇറ്റ്സ് മീ ആര്യാനി മീ. അപ്പോൾ എൻ്റെ കുറച്ച് കുട്ടി കുട്ടി വ്ളോഗ്സൊക്കെ നിങ്ങൾ കണ്ടു. ഇനിയുള്ളത് ഒരു ഗോവൻ ട്രിപ്പാണ്. അത് ഇവിടെ നിന്ന് 1 ഡേ ട്രിപ്പ്. ഒരൊറ്റ ദിവസം ഗോവയിൽ നിന്നിട്ട് തിരിച്ച് എൻ്റെ പ്ലേസിലേക്ക് ഞാൻ തിരിച്ചു പോകും. അപ്പോൾ ഇപ്പം ഞാൻ ഉള്ളത് മുരുടേശ്വറാണ്. രാവിലെ തിരിക്കുകയാണ്. രാവിലെ തിരിച്ച് ഇവിടെ നേരെ ഗോവ. അപ്പോൾ ഗോവയിലുള്ള വിശേഷങ്ങൾ കാണിച്ചു. ഇതാണ് എൻ്റെ ഗോവൻ ഔട്ട്. ഷോർട്ട് വീഡിയോ ഇടണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, ഗോവയിൽ ഇതൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് 1 മിനിറ്റിലൊന്നും നിൽക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കുഞ്ഞു വ്ളോഗ് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ഷോർട്സ് കണ്ടതുപോലെ ഇത് കണ്ടൊന്ന് ലൈക്ക് അടിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇനി ഫസ്റ്റ് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ടായിരിക്കും പോണത്. കടലിൻ്റെ നല്ല സൗണ്ടുണ്ട്. ദേ റൂമിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കടൽ. അപ്പോൾ കടലൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് ഇനിയിപ്പം പോവുകയാണ്. ഈ കടലും ദേ ക്ഷേത്രം ഇത്ര അടുത്താണ്. അപ്പം ഇനി പോവുകയാണ്. ടാറ്റാ ടാറ്റാ. രാവിലെ ഇവിടെ ഉള്ള ആൾക്കാരുടെ മോർണിംഗ് ഒരു എന്താന്ന് പറയുന്നത് എന്തോ ഒരു ഇതാണ്. വല കെട്ടണ്, കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു. ഹായ്. കടലിൽ നിന്ന് പിടിച്ചോണ്ടുന്ന ഫ്രഷ് ഉണ്ട്. ഓപ്പണാക്കി വെച്ചേക്കുന്നു. ഞണ്ട് ഞണ്ട് ഒരെണ്ണം കിടക്കണം. ഓ എനിക്ക് നോക്കിയാൽ നല്ല ഫ്രഷ് ഉണ്ട്. ഇതേത് മീൻ? കടൽ ഇപ്പം അങ്ങ് ബാക്കിലോട്ട് ഇറങ്ങി. രാവിലെ ആയപ്പോൾ നേരെ പിന്നെ മണ്ടേ കയറി, പിന്നെ ഇറങ്ങി, പിന്നെ രാവിലെ ആയപ്പോൾ പിന്നെയും മണ്ടേ കയറി. നല്ല കാറ്റുണ്ട്, നല്ല കടലിൻ്റെ സൗണ്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ എന്തായാലും ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടൂല, കാര്യം ഈ സൗണ്ട് വേണം, എങ്കിലേ കൊള്ളാവും. ഇതെന്തോ മറ്റേ ചിപ്പി, ഓറഞ്ച് കളർ ചിപ്പി. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. സോ ആൻഡ് ബി റീച്ച്ഡ് ഇൻ ഗോവ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പുറകേ വരുന്നതായിരിക്കും. ലെറ്റ്സ് സീ. സോ അപ്പം നമ്മൾ സൺസെറ്റ് കാണാൻ പോകും. എന്ത് കാണാൻ പോകുന്നു? സൺസെറ്റ്. എന്ത് കാണാൻ പോകുന്നു? സൺസെറ്റ്. പറ പിങ്കി. സൺസെറ്റ് കാണാൻ പോകുന്നു. കാറിലാണ്. ഇനി എന്തിലാണ് പോകുന്നത്? കാറിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോവ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേരെന്തോന്നായിരുന്നു? കോൾവ ബീച്ച്. ഫസ്റ്റ് കോൾവ ബീച്ചിൽ വന്നു. ഇന്ന് സൺസെറ്റ് കാണണമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഇന്ന് സൺസെറ്റ് കാണണമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ സൺസെറ്റ്
പോയി. സൂര്യൻ്റെ പാട് നോക്കി പോയി, ഞങ്ങളെ പാട് നോക്കി വന്നു. പക്ഷേ കടൽ കാണിച്ചു തരാം. ഈ കോൾവ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് സാൻഡ് ബീച്ചാണ് കോൾവ ബീച്ച് എന്ന് പറയുന്നത്. ഈ ഗോവയിലെ മെയിനായിട്ടുള്ളൊരു ബീച്ചാണ്. ആ ബീച്ചിൻ്റെ കാണിച്ചു തരാം. പറഞ്ഞത് അതുപോലെ തന്നെയാണ്, വൈറ്റ് സാൻഡ് ബീച്ചാണ് കോൾവ ബീച്ച്. ശരിക്കും തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഈ ഒഴുകുന്നത് അവിടെ നിന്ന് പറഞ്ഞൊരു കുഞ്ഞു തോട് പോലത്തെ സംഭവമാണ്. അതിങ്ങനെ ഒഴുകി അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി കടലിൽ ചേരും. വാവ്, സൺസെറ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ സമയം കഴിഞ്ഞു. നാളെ പോകുമ്പോൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊന്ന് കടലിൻ്റെ അങ്ങോട്ട് പോട്ടെ. അടിപൊളിയല്ലേ? കമൻറ്റ് ചെയ്യണേ അല്ലേ? സത്യം പറയാലോ, ഈ വീഡിയോസിനെല്ലാം ഞാൻ ഓൺ വോയിസ് ഇടുള്ളൂ. ഞാനതിൻ്റെ സൗണ്ട് എഡിറ്റ് ചെയ്യില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടില്ല. അല്ലെങ്കിൽ സൗണ്ട് എഡിറ്റ് ചെയ്യുന്നിടത്ത് മാത്രം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ബാക്കി എല്ലാം ഓൺ വോയിസ് ഇടുള്ളൂ. ആ സൗണ്ടുകളൊക്കെ നമ്മൾ എഫക്റ്റ് കറക്റ്റ് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. അടിപൊളി. നമുക്കിങ്ങനെ കാണുമ്പോഴല്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി, അത് ഭയങ്കര ഒരു വേറെ തന്നെ ഒരു ഫീലാണ്.